ആൾക്കാർ പല സ്ഥലത്ത് പോകുമ്പോഴും ചോറും കറിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് ഈ ഫ്ലേവേർഡ് റൈസ് പോലെ ലെമൺ റൈസ്, കേർഡ് റൈസ്, അതുപോലെ ഘീപ്പൊടി റൈസ്, പുളിയോദര, അങ്ങനെയുള്ള വേറെ കുറേ റൈസുകളുണ്ട്. വെജ് പുലാവ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു താലി, മിനി താലി ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് അതാണ് മിനി തവ പൊറാട്ട ഉണ്ടാവും, പിന്നെ കറി ഉണ്ടാവും. അത് ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഡിഷസ് അത് വരുമ്പം എങ്ങനെയാണ് അത് മിനി മീൽസ് ആവുന്നത്? ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് മീൽ. സ്റ്റിൽ ആൾക്കാർ അത് മേടിക്കാൻ വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഈ ബൗളിൽ ചെറിയ ചോറ്, ഈ ബൗളിൽ ചെറിയ ചോറ്, ഈ ബൗളിൽ ചപ്പാത്തി, അങ്ങനെ ഒരു പോർഷൻ. സ്റ്റിൽ അത് കഴിച്ചാൽ ഇറ്റ്സ് വെരി ഫില്ലിംഗ്. കാരണം അതിൽ കേസരി ഉണ്ടാവും, മെഴുക്കുവരട്ടി ഉണ്ടാവും, കറി ഉണ്ടാവും, ചപ്പാത്തി, പപ്പടം, അച്ചാർ എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് മീൽ പോലെ തന്നെയാണ്. ഒരു കംപ്ലീറ്റ് മീൽ പോലെ ഒരാൾക്ക് കഴിക്കാവുന്ന. എനിക്ക് തോന്നുന്നു ഇത്തരം ഇന്നവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത്. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. തുടക്കം എങ്ങനെയായിരുന്നു? ലൈക്ക് ബ്രദറാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 5-star ഹോട്ടലിലെ ഷെഫായിരുന്നു. അതിന് മുന്നേ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുക. അതൊന്ന് പറയാമോ, എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം? ആക്ച്വലി ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഫുഡ് കൊടുക്കാനും കഴിക്കാനും ഫാമിലി മുഴുവൻ. അങ്ങനെയുള്ളവരാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അവർക്കാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ്. അതായത് അപ്പോൾ ഫാമിലിയുടെ മുഴുവൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലേ? പാരന്റ്സ് അടക്കം എല്ലാവരും ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി.